പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ലെന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പെൺകുട്ടി മൊഴി മാറ്റിയിരിക്കുകയാണ്. മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാക്കാത്തവരെ പോലീസ് വിട്ടയച്ചു. കേസിൽ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തും. ജ്യോതിഷ് മോഹനൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. സുപ്രഭാതം ജ്യോതിഷ് മോഹൻ. വളരെ ഞെട്ടലോടുകൂടി നമ്മൾ കേട്ടിരുന്ന ഒരു വാർത്തയാണ്. അത്രയധികം വലിയ ഗ്രാവിറ്റിയിൽ ഒരു ഉപദ്രവം നടന്നു എന്നതായിരുന്നല്ലോ ഈ 13-കാരിയായ പെൺകുട്ടി പറഞ്ഞിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ കാര്യത്തിൽ? സുപ്രഭാതം. ബിനിൽ സൂചിപ്പിച്ച പോലെ വളരെ ഞെട്ടലോടുകൂടി തന്നെയായിരുന്നു ഈ വാർത്ത ഇന്നലെ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട കലഞ്ഞൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 13-കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അതായത് 13-കാരി ആദ്യം ഒരു കൗൺസിലിങ്ങിന് വിധേയമാവുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ മുന്നിലാണ് കൗൺസിലിങ്ങിന് വിധേയമാകുന്നത്. ആ കൗൺസിലിങ്ങിനാണ് 13-കാരി ഇത്തരത്തിൽ ഒരു സംഭവം സ്കൂളിൽ വെച്ചും അതുപോലെ തന്നെ സമീപത്ത് ഉള്ള ഒരു വീട്ടിൽ വെച്ചും പീഡനത്തിനിരയായ എന്നുള്ളൊരു മൊഴി അവർക്ക് നൽകുന്നത്, ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക്. അതിനുശേഷമാണ് ഇത് അവിടെ നിന്ന് കലഞ്ഞൂർ പോലീസിൽ കൂടൽ പോലീസിലേക്ക് ഈ കേസ് എത്തുന്നത്. കൂടുതൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കുന്നു. 2 കേസുകളാണ് പോക്സോ കേസുകൾ എടുക്കുന്നത്. ഒന്ന് സ്കൂളിന്റെ പരിസരത്ത് വെച്ച് പീഡനത്തിനിരയായി, അതുപോലെ തന്നെ സമീപത്തുള്ളൊരു വീട്ടിൽ വെച്ച് പീഡനത്തിനിരയായി. അങ്ങനെ 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് കൂടുതൽ പോലീസ് ആദ്യം എടുത്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 6 പേരെ ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുത്തത്. ആ 6 പേരിൽ 4 പേർ കുട്ടിയുടെ സഹപാഠികളും 2 പേർ പുറത്തു നിന്നുള്ളവരുമായിരുന്നു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മുറയ്ക്ക് ഈ കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ല എന്നുള്ളൊരു വൈദ്യ പരിശോധന റിപ്പോർട്ട് വരികയും തുടർന്ന് വീണ്ടും കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴുള്ള കുട്ടി വീണ്ടും നൽകുന്ന മൊഴികളുടെ ഒരു വൈരുദ്ധ്യവും ഇത്തരത്തിലുള്ള സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ 6 പേരെ ഇന്നലെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും ആ കേസ് ആക്റ്റീവായി തന്നെ നിൽക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്ത കേസാണ്. കേസ് വിശദമായിട്ട് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു അന്വേഷണം വേണമെന്നുള്ളൊരു നിഗമനത്തിലാണ് പത്തനംതിട്ട പോലീസും അതുപോലെ തന്നെ കൂടൽ പോലീസും ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് കുട്ടി ഇത്തരത്തിൽ ഒരു മൊഴിയിലേക്ക് പോയത്, ഏതെങ്കിലും തരത്തിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം ഇവിടെ നടന്നിട്ടുണ്ടോ, ആരെങ്കിലും കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിലേക്കുള്ളൊരു അന്വേഷണം പോലീസ് കടക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ വേറൊരു വെർഷൻ ഇതിൽ വരുന്നത് കുട്ടിക്ക് എന്തോ പ്രണയമുണ്ടായിരുന്നു, അതിലെ നൈരാശ്യത്തിൽ പറഞ്ഞതാണ് എന്നുള്ള ഒരു വെർഷനും ഇതിൽ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സ്ഥിരീകരണമായിട്ട് ഉണ്ടെങ്കിലും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ ഈ സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രത്തോളം ഞെട്ടലോടുകൂടി കേരളം കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്നലെ നമ്മൾ ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിളിച്ച് മന്ത്രിയുടെ ഉൾപ്പെടെ ഇടപെടൽ ഉറപ്പുവരുത്തുകയും വിക്ടിവി ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ കുട്ടികൾ ഈ വിധത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴികൾ മാറ്റുക എന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ എടുക്കുമ്പോൾ ആരെ വിശ്വസിക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉൾപ്പെടെ നിൽക്കുകയാണ്. അതൊന്നും കുഞ്ഞുകളിയോ കുട്ടികളിയോ മാത്രമായി നിൽക്കുന്നില്ലല്ലോ എന്നുള്ളത് നമ്മുടെ കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അപ്പോൾ ജ്യോതിഷ് മോഹനിലേക്ക് വളരെ വിശദമായി നമുക്ക് അടുത്ത മണിക്കൂറിൽ വരാം.